സെവൻത്ത് ക്വസ്റ്റ്യൻ കണ്ടോ, ഡീഫോമേഷൻ റിട്രാക്ഷൻ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡീഫോമേഷൻ റിട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഹോമോട്ടോപ്പിയാണ് നമ്മൾ ഡീഫോമേഷൻ റിട്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് പറയാൻ വേണ്ടിയിട്ട് നമുക്കൊരു എക്സിനെ ആദ്യം ഡിഫൈൻ ചെയ്യണം. എക്സ് എന്ന് പറയുന്നത് ഒരു സ്പേസ് ആണ്, അതിൻ്റെ ഒരു സബ്സെറ്റാണ് എ. ഈ എനെ നമ്മൾ എന്ത് വിളിക്കുന്ന അറിയോ? ഡീഫോമേഷൻ റിട്രാക്റ്റ് എന്ന് വിളിക്കും. ഇത് റിട്രാക്റ്റ് ആണ്, ഇതോ റിട്രാക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഡീഫോമേഷൻ റിട്രാക്റ്റ് എന്ന് വിളിക്കും ഈ എക്സിൻ്റെ സബ്സെറ്റ് ആയിട്ടുള്ള ഈ എ. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഈ എക്സ് ക്രോസ് ഐനെ നമ്മൾ ഈ ഹോമോട്ടോപ്പി വെച്ചിട്ട് എക്സിലേക്ക് ഡിഫൈൻ ചെയ്യും. ഈ ഡിഫോമേഷൻ റിട്രാക്റ്റ് നമ്മുടെ ഈ ഹോമോട്ടോപ്പി എങ്ങോട്ടേക്കാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? എക്സ് ക്രോസ് ഐ എന്ന് എക്സിലേക്കാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ആദ്യം നമ്മൾ എച്ച് ഓഫ് എക്സ് സീറോ നോക്കും. എക്സ് സീറോ എന്ന് പറയുമ്പോൾ ഈ എക്സിലുള്ള ഒരു എലമെൻറ്റ് എക്സും ഐയിലുള്ള ഒരു എലമെൻറ്റ് സീറോയും. എക്സ് സീറോ നോക്കുമ്പോൾ നമുക്ക് എക്സ് തന്നെ കിട്ടും. എക്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളൊരു പോയിന്റ് കിട്ടും. ഓക്കെ, ഇനി എച്ച് ഓഫ് എക്സ് വൺ കാണുമ്പോൾ എക്സ് വണ്ണ് എച്ച് ഓഫ് എക്സ് വണ്ണ് കാണുമ്പോൾ അത് എൻ്റെ ഉള്ളിൽ കിട്ടും. നമ്മുടെ ഡിഫോമേഷൻ റിട്രാക്റ്റിൻ്റെ ഉള്ളിൽ കിട്ടും. ഇത് രണ്ടും സെയിം എക്സ് തന്നെയാണ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യും? എനിക്കൊരു നമ്മുടെ എച്ച് ഓഫ് എക്സ് വൺ കാണുമ്പോൾ അത് നമുക്ക് എൻ്റെ ഉള്ളിൽ കിട്ടും. ഇനി എച്ച് ഓഫ് എ ടി കാണുമ്പോൾ എ ടി എന്ന് പറയുമ്പോൾ എ എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിലാണ്, ടി എന്ന് പറയുന്നത് ഐൻ്റെ ഉള്ളിലാണ്. അപ്പോൾ എച്ച് ഓഫ് എ ടി കാണുമ്പോൾ എനിക്ക് എ തന്നെ കിട്ടും. ഈ എ എവിടെയുള്ളതാണ്? നമ്മുടെ എൻ്റെ ഉള്ളിലെ. അപ്പോൾ ഈ ഒരു 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? ഈ ഹോമോട്ടോപ്പിയെ ഡിഫോമേഷൻ റിട്രാക്ഷൻ എന്ന് വിളിക്കാം. ഓക്കെ, സംഭവം മനസ്സിലായല്ലോ. നമ്മൾ എച്ച് എന്ന് പറയുന്ന ഈ ഹോമോട്ടോപ്പിയാണ് ഡിഫോമേഷൻ റിട്രാക്ഷൻ എന്ന് വിളിക്കുക. അത് എക്സ് ക്രോസ് ഐ എന്ന് എക്സിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. ഈ എക്സിൻ്റെ ഉള്ളൊരു സബ്സെറ്റ് ഉണ്ട് എ, അതിനെയാണ് നമ്മൾ ഡിഫോമേഷൻ റിട്രാക്റ്റ് എന്ന് വിളിക്കുക. അപ്പോൾ നമ്മൾ എച്ച് ഓഫ് എക്സ് സീറോ കണ്ടപ്പോൾ എക്സ് കിട്ടി, എച്ച് ഓഫ് എക്സ് വൺ കണ്ടപ്പോൾ അത് എൻ്റെ ഉള്ളിലുണ്ടെന്ന് കിട്ടി, എച്ച് ഓഫ് എ ടി കണ്ടപ്പോൾ അത് നമുക്ക് എ എന്ന് കിട്ടി. എ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എൻ്റെ ഉള്ളിലുള്ളതാണ്. ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ഈ എച്ച് എന്ന് പറയുന്ന ഹോമോട്ടോപ്പിയെ നമുക്ക് ഡിഫോമേഷൻ റിട്രാക്ഷൻ എന്ന് വിളിക്കാം.